രോഗസൗഖ്യം നിന്റെ ദാനമല്ലോ, അത്ഭുതങ്ങൾ നിന്റെ കരമല്ലയോ. രോഗസൗഖ്യം നിന്റെ ദാനമല്ലോ, അത്ഭുതങ്ങൾ നിന്റെ കരമല്ലയോ. നിന്റെ ദയ പ്രാണനേക്കാൾ നല്ലതല്ലയോ, എന്റെ നീതി നിന്റെ കൃപ ഒന്നു മാത്രമേ. നിന്റെ ദയ പ്രാണനേക്കാൾ നല്ലതല്ലയോ, എന്റെ നീതി നിന്റെ കൃപ ഒന്നു മാത്രമേ. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂൺ 16 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശു വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്. പിതാവിൽ നിന്ന് കേട്ടതാണ് ഞാൻ ചെയ്യുന്നത്, പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. ഒരിക്കലും യേശുവിൻ്റെ പദ്ധതികളല്ല യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തത്. പിതാവ് എന്താണോ ആഗ്രഹിച്ചത്, പിതാവിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണോ അതാണ് യേശു ഈ ഭൂമിയിൽ ചെയ്തത്. അതേപോലെ തന്നെയാണ് കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ ആ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയണം, അതിനനുസരിച്ച് ഞാൻ ചെയ്യണം, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം, പിതാവിൻ്റെ ഉദ്ദേശത്തെ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യണം. ആ വിധത്തിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന വിധത്തിൽ നമ്മൾ ഓരോരുത്തരുമായി തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ലൈഫിനെ മാറ്റട്ടെ. ദൈവശബ്ദം കേൾക്കണമെന്ന ഒരാഗ്രഹം നിങ്ങളുടെ എല്ലാം ഉള്ളിൽ കർത്താവ് തരട്ടെ. അവൻ നമ്മളോട് സംസാരിക്കുന്ന ആ വചനങ്ങൾ, ഓരോ ശബ്ദവും അത് പലപ്പോഴും സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെയാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ അത് വർദ്ധിക്കട്ടെ. ആ ശബ്ദം ഓരോ നിമിഷവും കേൾക്കുവാൻ കഴിയട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5:19 ആകയാൽ യേശു ഒരു ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രനെ സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. യേശു പറയുവാ, ഞാൻ ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ, ഞാനത് പിതാവ് കാണിച്ചത് കണ്ടതിന് ശേഷമാണ്. ഞാനൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. യോഹന്നാനിൽ സുവിശേഷം 5:19 യേശു പറയുക, ഞാൻ എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് പിതാവ് അതെന്നെ കാണിക്കും. കാണിച്ചതിൻ്റെ കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, യേശുവിൻ്റെതായ ഒരു പദ്ധതി ഈ ഭൂമിയിൽ യേശു ചെയ്തില്ല. പകരം യേശു പിതാവ് എന്ത് കാണിക്കുന്നുവോ, എന്ത് തനിക്ക് മനസ്സിലാക്കി തരുന്നുവോ അത് ഇവിടെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വലിപ്പം മനസ്സിലാകുന്നു? സ്വർഗത്തിൽ ദൈവം എന്തെല്ലാം പിതാവ് യേശു കർത്താവിന് കാണിച്ചു കൊടുത്തുവോ അത് ഇവിടെ പ്രാവർത്തിക മാത്രമാണ് യേശു ചെയ്തത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യോഹന്നാൻ 12:49 ഞാൻ സ്വയമായി ഒന്നും സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് ഇന്നത് സംസാരിക്കണമെന്നും ഇന്നത് പറയണമെന്നും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ സംസാരിച്ചത് മുഴുവൻ എന്തായിരുന്നു? കർത്താവ് എന്നോട് എന്ത് പറയുന്നുവോ ആ പറയുന്നതും എന്ത് കൽപ്പിക്കണമെന്ന് പറയുന്നുവോ അത് മാത്രമേ യേശു സംസാരിച്ചുള്ളൂ. സോ ബ്യൂട്ടിഫുൾ. ഭയങ്കരമാണ്. ഞാൻ ആ ഒരു വാചകം ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലായപ്പോഴാണ് എനിക്ക് മനസ്സിലായ രോഗശാന്തി എന്ന് പറയുന്നത് സകലർക്കും ഉള്ളതാണ്.
ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞ പിതാവിൻ്റെ അഭിപ്രായമല്ല യേശു പറഞ്ഞത്, പിതാവ് തന്നെയാണ് യേശുവിലൂടെ സംസാരിച്ചത്. ആമേൻ. നമുക്ക് അങ്ങോട്ട് കടക്കണ്ട അല്ലേ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വാക്യം കൂടെ എടുക്കാം. യോഹന്നാൻ 10:14 വാക്യം. പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായി സംസാരിക്കുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും വാസ്തവത്തിൽ എന്നിൽ വസിച്ചുകൊണ്ട് പിതാവ് പ്രവർത്തിക്കുന്നതാണ്. യേശു പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റുകൾ: പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു, പിതാവ് എന്നിലൂടെ സംസാരിക്കുന്നു, പിതാവ് എന്നിലൂടെ സംസാരിക്കുന്നു, പിതാവ് എന്നിലൂടെ സംസാരിക്കുന്നു. പിതാവ് കാണിച്ചു തരുന്ന കാര്യം മാത്രമാണ് ഞാൻ ഈ ഭൂമിയിൽ ചെയ്തത്. ഒരു നല്ല ഹാമേൻ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞു. എന്നിട്ട് യേശു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. യോഹന്നാൻ 14 അതിന്റെ 12 വാക്യം നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ നിങ്ങളും കൂടെ ആ വാക്യം എടുത്തേടെ. യോഹന്നാൻ 14 അതിന്റെ 12 വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഇറ്റ്സ് എ മിസ്റ്ററി. ഇതൊരു രഹസ്യമാണ്. യേശു പറയുക, ഞാൻ ആരെങ്കിലും ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഉറപ്പായി ഉറപ്പായി ഉറപ്പായി. എല്ലാവരും എടുത്തിരിക്കുന്നവരെന്തോ തട്ടിയിട്ട് പറയാം, നിശ്ചയമായും ഉറപ്പായി. ആമീൻ എന്ന് പറഞ്ഞാൽ അതിന് അല്പം പോലും മാറ്റമില്ലെന്നർത്ഥം. യേശു കർത്താവ് ഏതെങ്കിലും കാര്യത്തിൽ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം അങ്ങനെ തന്നെ എന്നാണ് അർത്ഥം. നിങ്ങൾ ആരും ആമീൻ പറഞ്ഞില്ല അതിനെ. ഒരു ഹല്ലേലൂയ പറ, ആമേൻ പറ. യേശു ആമേൻ പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യങ്ങളിൽ ഒന്നത് പറയുക, ആരെങ്കിലും എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതുപോലെ ചെയ്യും. യേശു ചെയ്തതുപോലെ ചെയ്യും. ഉറക്കെ പറ. ഇനി നിങ്ങൾ ആ നേരത്തെ പറഞ്ഞ വാക്യമായി കണക്ട് ചെയ്യണം. യേശു ചെയ്തതുപോലെ, ലിസൺ ടു മീ, ലിസൺ ടു മീ, ലിസൺ ടു മീ. യേശു ചെയ്തതുപോലെ ഒരാൾക്ക് ഈ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ പിതാവ് യേശുവിനോട് എങ്ങനെ സംസാരിച്ചുവോ അതേപോലെ യേശുവിനോട് സംസാരിച്ച് അതിൽ നിന്ന് ഒട്ടും കുറയാതെ എന്നോട് സംസാരിച്ചാലേ യേശു ചെയ്തതുപോലെ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായവർ ഹല്ലേലൂയ പറഞ്ഞേ. യേശു പറയുക, നോക്ക, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതുപോലെ ചെയ്യും. യേശുവിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതുപോലെ ചെയ്യണമെങ്കിൽ യേശു എങ്ങനെയാ ചെയ്തത്? പിതാവ് തനിക്ക് കാണിച്ചു തരുന്നതാ ചെയ്തത്. പിതാവ് തന്നോട് സംസാരിക്കുന്നതാ ചെയ്തത്. പിതാവ് പ്രവർത്തിച്ചുകൊണ്ടതാ പ്രവർത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ യേശു ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ പിതാവ് യേശുവിനെ കാണിച്ചു കൊടുത്തതുപോലെ എനിക്ക് കാണിച്ചു തന്നാലേ എനിക്ക് പിതാവ് ചെയ്തതുപോലെ ചെയ്യാനായി കഴിയത്തുള്ളൂ. നിങ്ങൾ എന്താ അനങ്ങാതിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ നടക്കാൻ പോകുന്നത് എങ്ങനെയാണോ പിതാവ് യേശുവിനെ ഉപയോഗിച്ചത് അതിലൊട്ടും കുറയാതെ നിങ്ങളിൽ ചിലരെ നിങ്ങളെ തുള്ളിച്ചാടി ആമേൻ പറ. സഹോദരങ്ങളെ, വിഷനെന്നും സ്വപ്നങ്ങളെന്നും നിങ്ങൾ പറയുമ്പോൾ അതിനെ ആരെങ്കിലും സീരിയസ് ആയി കാണുന്നില്ലെങ്കിൽ എനിക്ക് സങ്കടത്തോടെ നിങ്ങളോട് പറയാനുണ്ട്. പിതാവ് യേശുവിലൂടെ എങ്ങനെയാണോ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചത് അത് ആയിരുന്നു അതിന്റെ മീഡിയ എങ്കിൽ അതേ ലെവലിൽ നിങ്ങൾ എത്തിക്കുവാൻ ദൈവം ഇടപെടുന്നതാണ് വിഷനുകള്, സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് ഈ ഹോളിനകത്ത് മുഴുവൻ ഏഞ്ചലിക് പ്രസൻസ് കാണാം. എന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാട് ഞാൻ പറയാം. എന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ ഒരു വസ്ത്രമുണ്ട്. ചിലരുടെ കയ്യിൽ ആ വസ്ത്രം ഏൽപ്പിക്കുന്നു. എന്റെ വലതുവശത്ത് നിൽക്കുന്ന ഒരു ഏഞ്ചലിന്റെ കയ്യിൽ ഒരു കാഹളമുണ്ട്. അത് ചിലരെ അവൻ ഏൽപ്പിക്കുന്നു. Something going to happen today. Kabakata kabakata karabakata rakaba rakabakarana rako. അസാധാരണമായി ചിലത് ചെയ്യുവാൻ ദൈവം വെച്ചേക്കുമ്പോ നമ്മൾ പലപ്പോഴും ഈ വാക്യത്തെ യേശുവിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാൾ അധികം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, കർത്താവേ എനിക്ക് വിശ്വാസം തരണം. യെസ്, എനിക്ക് വിശ്വാസം തരണം. എന്തിനാണ് എനിക്ക് വിശ്വാസം തരേണ്ടത്? അടുത്തിരിക്കുന്നവരോട് പറ, എനിക്ക് എന്തിനാണ് വിശ്വാസം തരേണ്ടത്? ചോദിക്കേ. യേശു പിതാവ് എന്തോ പറയുന്നുവോ അത് ചെയ്യുവാനുള്ള വിശ്വാസമാണ് എനിക്ക് വേണ്ടത്. ജിജോങ് വന്നേ, ഇവിടെ നിന്നേ.
ഇവൻ കണ്ണു പൊട്ടനാന്ന് വിചാരിക്കും നിങ്ങൾ ഒരു നിമിഷം. ഞാൻ കാർക്കിച്ചു തുപ്പിയിട്ട് ഇവന്റെ കണ്ണിലോട്ട് വരട്ടിയാ നിങ്ങൾ ആരെങ്കിലും ഇവിടെ കണ്ടോണ്ടിരിക്കുവോ? അത് നിങ്ങളൊന്നും മിണ്ടാത്തെ? ഇത്രയും തറയായിട്ട് ബ്രദർ എങ്ങനെ പെരുമാറുന്നു ചോദിക്കും. അങ്ങനെ ചോദിക്കത്തില്ലേ? സ്വർഗസ്വനായ എന്റെ ദൈവത്തിന് അങ്ങനെ ചെയ്യാമെങ്കിൽ അതിനേക്കാൾ തറയാകാൻ എനിക്ക് പാടൊന്നുമില്ല. When you ready to obedience walk with obedience, when you ready to walk in the obedience, then you will see the miracles following your life. Oh yes. കൈ അടിച്ചു ആമേൻ പറ. Amen. ജിജോ, വിശ്വാസം വരേണ്ടത് എന്തിനാണെന്നറിയോ? എന്നോട് പിതാവ് പറഞ്ഞു അങ്ങോട്ട് ചാടാൻ, ഞാൻ ചാടും. അത്രേ ഉള്ളൂ വിശ്വാസം. Yes. Amen. എനിക്ക് തന്നെ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്നല്ല, സ്വയം ഞങ്ങൾക്ക് പ്രാപ്തിയുള്ളവരെന്നല്ല, ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രാപ്തി എന്ന് പറയുന്നത് അവന്റെ ദാനമാണ്. ഈശോ എന്നിട്ട് പറയുവാ, ഞാൻ ചെയ്തതിലധികം നിങ്ങൾ ചെയ്യുമെന്ന്. ഞാൻ കർത്താവിനോട് പറയാറ്, നീ ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാൻ വയ്യ. സ്വർഗം പറഞ്ഞ മറുപടി, എന്നെ പോലെ നീ കാണുകയും എന്നെ പോലെ നീ കേൾക്കുകയും ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് സഭയിൽ ഇന്നും പാസ്റ്റർമാരെ പുറകെ പോകുന്ന, അത്ഭുതത്തിനായി ഓടുന്ന ആളുകളുള്ളത്. സ്വപ്നം കാണുന്നതിന് വാല്യൂ ഇല്ല, ദർശനങ്ങൾ കാണുന്നതിന് വാല്യൂ ഇല്ല, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാർത്ഥിക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നെ വിടുവിക്കണേ, എന്നെ പ്രാർത്ഥിക്കണേ, എന്നെ വിടുവിക്കണേ. എന്നാൽ ഒരു പ്രശ്നം എന്നാൽ കർത്താവ് എന്ത് അതിലൂടെ സംസാരിക്കുന്നു എന്ന് ചോദിക്കാൻ ആരുമില്ല. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ, ആ ഉത്തരം കിട്ടിയില്ല എങ്കിൽ അന്ന് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് എന്നോട് പറയാതെ ഒന്നും ചെയ്യത്തില്ല, ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ എന്നോട് അവൻ സംസാരിക്കുമെന്ന് പറഞ്ഞ് ഉറങ്ങുന്നവരാരുമില്ല. ഞാൻ ഇന്ന് ദുബായിൽ ചെന്ന സമയത്ത് മെന്റലി അല്പം അപ്സെറ്റ് ആയിപ്പോയി. രാത്രി മുഴുവൻ ഉറങ്ങിയുമില്ല. രാവിലെ ചെന്നിട്ട് റൂം കിട്ടിയത് ഏകദേശം 10:30 ഉറക്കം വന്നില്ല. ഞാൻ ആ സമയത്ത് സ്വപ്നം കാണുക. 10:00 കിടന്നു. എനിക്ക് തോന്നുന്നു 12 മണി ഒരു സ്വപ്നം കണ്ടു. 12 മണി മുതൽ 1:30 വരെ സ്വപ്നം കണ്ടു. ഞാൻ ആ സ്വപ്നങ്ങൾ 3 വിഭജിച്ചു. ആ 3 ഭാഗങ്ങളായി തിരിച്ചു നോക്കിയാൽ 3 നാളുകളിൽ ഞാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് ഒരു സിനിമയിൽ കാണിക്കുന്നത് പോലെ കർത്താവ് ചെയ്യുക. അപ്പൊ ഞാൻ ചിന്തിക്കുവോ, what a loving God. എന്റെ ഒരു പടി തെറ്റരുതെന്ന് സ്വർഗത്തിന് നിർബന്ധമുണ്ടോ? അതിനിടയിൽ ജോൺ ദാരു ബ്രദറെ പ്രാർത്ഥിച്ചില്ല, ജോൺ ദാരു ബ്രദർ വെളിപ്പാട് പറഞ്ഞില്ല. നാണോ ഇല്ലേ നിങ്ങൾക്ക് പറയാൻ? നിങ്ങൾ പോയി കിടന്നെങ്കിൽ ഉറങ്ങുക, കർത്താവ് നിങ്ങൾക്ക് സ്വപ്നങ്ങളെ തരും. ഞാൻ കളിയായിട്ട് പറഞ്ഞതല്ല, പ്രാർത്ഥിച്ചിട്ട് മനസ്സിലാകുന്നില്ലെന്ന് തോന്നിയ പോയി കിടന്ന് ഉറങ്ങുക. എന്നിട്ട് പറ, എന്നോട് സംസാരിക്കുക കർത്താവേ, എന്റെ മനസ്സ് കലങ്ങിയിരിക്കുക, ഞാൻ ഉറങ്ങുന്നത് നിന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാ. പറ, കർത്താവ് നിന്നോട് സംസാരിക്കും. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? യേശു കർത്താവ് പറയുവോ, ഞാൻ ചെയ്തതിലധികം അവൻ ചെയ്യും. എന്നിട്ട് കർത്താവ് അത് എങ്ങനെയാന്ന് വിശദീകരിച്ചു. Are you listening to me? Are you listening to me? യോഹന്നാൻ സുവിശേഷം 14-15 വാക്യം മുതൽ കർത്താവ് പറയുവോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന കൽപ്പനകളെ അനുസരിക്കും. ആ സമയം ഞാൻ പിതാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കിലേക്ക് തരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ അനാഥത്വം മാറും, അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. അന്ന് നിങ്ങൾ ലോകത്തിന് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾ എന്നിൽ ജീവിക്കും, ഞാൻ നിങ്ങളിൽ ജീവിക്കും. അന്ന് ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും പിതാവ് എന്നിലും വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ തുടങ്ങും. ഇതെല്ലാം പോയി വിശദീകരിക്കാൻ കഴിയത്തില്ല. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, പരിശുദ്ധാത്മാവ് വരുമ്പോ, എല്ലാവരും പറ, പരിശുദ്ധാത്മാവ് വരുമ്പോ പിതാവ് പറയുന്നത് കേട്ടു നടക്കുന്ന വ്യക്തിയായി മാറുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, പരിശുദ്ധാത്മാവ് വരുമ്പോ നിങ്ങളിൽ സംഭവിക്കുന്നത്, പിതാവ് നിങ്ങളെ നേരിട്ട് നടത്താൻ തുടങ്ങും. യേശു പറഞ്ഞു, ഞാൻ മാറുക, അതിന് പകരം എനിക്ക് പകരം ഒരാളെ ഞാൻ വിടും.
ആ ആള് വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ഭൂമിയിൽ സക്സസ് ആകാൻ കഴിഞ്ഞത്. Amen. ആ ആള് വന്ന ദിവസം മുതലാണ് സ്വർഗം എനിക്ക് തുറന്നു കിട്ടിയത്. Hallelujah. ആ ആള് വന്ന ദിവസമാണ് ഞാൻ നയിക്കപ്പെടാൻ തുടങ്ങിയത്. ആള് വന്ന ദിവസം മുതലാണ് പിതാവ് എന്താണോ ഈ ഭൂമിയിൽ ചെയ്യാൻ പോകുന്നതെന്ന് എന്നെ കാണിച്ചു തന്നത്. ഞാൻ ആ കാണിച്ചു തന്നത് റിപ്ലിക്ക ചെയ്യുകയാ ചെയ്തത്. എന്ന് പറഞ്ഞ കാണിച്ചു തന്ന് അപ്പാടെ ഇവിടെ ചെയ്തു. അതുമാത്രമാണ് ഞാൻ ചെയ്തത്. ഇത് രണ്ടും കൂടെ നിങ്ങൾ അറിയേണ്ട എവിടെയാണെന്നറിയോ? അപ്പോസ്തലപ്രവൃത്തി 2:17 കർത്താവ് പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അന്നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസ്യമാരുടെയും മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. എന്താന്ന് വല്ലതും മനസ്സിലായോ? ആത്മാവ് വരുമ്പോ അയാൾ ദൈവത്താൽ നയിക്കപ്പെടാൻ തുടങ്ങുമെന്ന്. ദൈവം നടത്തുന്നതിന്റെ ഏറ്റവും പ്രധാനമുള്ള രീതിയാണ്, രഹസ്യമാണ് സ്വപ്നങ്ങൾ. ഇന്നെന്റെ നമ്മുടെ അഞ്ചൽ ചർച്ചിൽ ഒരു ഫാമിലി ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പത്തനംതിട്ട വന്നിട്ടുള്ളത്. ഞാൻ അതിലെ മോളെ കണ്ടപ്പോൾ 17 വയസ്സുണ്ട് ആ മോൾക്ക്. ഞാൻ ആ മോളെ കണ്ടപ്പോൾ കർത്താവിനോട് പറഞ്ഞു, അവള് 3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സ്വപ്നം കണ്ടു. ഞാൻ ചോദിച്ചു, മോളെ നീ ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് ഇങ്ങനെ സ്വപ്നം കണ്ടോ? കണ്ട സ്വപ്നം ഭയങ്കര രസമാണ്. ഒരു നീല നിറമുള്ള വാഹനത്തിൽ അവൾ കയറുന്നു, എന്നിട്ട് ഒരു എക്സിബിഷനിൽ അവൾ ചെല്ലുന്നു. ഞാൻ ചോദിച്ചു, നീ ഇങ്ങനെ കണ്ടോ? അവള് പറഞ്ഞു, ശരിയാ, ഞാനൊരു നീല നിറത്തുള്ള കാർ ബസ്സിൽ കയറി എന്നിട്ടൊരു എക്സിബിഷനിൽ ചെന്നു. അവിടെ ഭയങ്കര തിരക്ക്. ഞാൻ പറഞ്ഞു, ആ തിരക്കുള്ള 5-6 കടകളിൽ നിന്ന് ഒരു അവസാനത്തെ കടയിൽ ചെന്നപ്പോൾ നിനക്ക് എക്സിബിഷനിൽ നിന്ന് ചില സാധനങ്ങൾ തന്നു. അവൾ പറഞ്ഞു, ശരിയാ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, ആ എക്സിബിഷൻ നടക്കാൻ പോവാ, നിനക്കൊരു ജോലി കിട്ടാൻ പോവാന്ന് പറഞ്ഞു. ഹിന്ദുവാ, ദൈവത്തെ അറിയത്തില്ല, പക്ഷെ അവളോട് കർത്താവ് സംസാരിച്ചോണ്ടിരിക്കുവോ. സ്വപ്നം എന്താന്ന് മനസ്സിലായാലല്ലേ സംസാരിക്കാൻ എന്താന്ന് പിടികിട്ടത്തുള്ളൂ. അവൾക്ക് മനസ്സിലാകാത്തോണ്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോ എന്റെ അടുക്ക് വിട്ടിട്ട് പറഞ്ഞു, മോനെ ചെന്ന് പറയടാ, അവൾ കണ്ട സ്വപ്നം ഇതാണ്, ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഇതാണ്. Are you following me? Yes. ദൈവം നിങ്ങളോട് നേരിട്ട് ഇടപെടുന്ന ഏറ്റവും പ്രധാനമായ ശക്തിയാണ് ദർശനങ്ങളും, അല്ലെങ്കിൽ പ്രവചനങ്ങൾ എന്ന് പറയുന്ന ദർശനത്തിൻ്റെ അടുത്ത ഭാഗമാണ്. കാണുന്നത് വിളിച്ചു പറയുന്നതാണ് പ്രവചനം, കണ്ടത് വിളിച്ചു പറയുന്നതാണ് പ്രവചനം, ആത്മാവ് പ്രേരിപ്പിക്കുന്നത് വിളിച്ചു പറയുന്നതാണ് പ്രവചനം. എല്ലാം കാണുന്നതിന് തുല്യമാണ്. പ്രവചനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്ത മാറരുത്, ദൈവം സംസാരിക്കുന്ന. ചില ആളുകൾ വിചാരിക്കുന്ന നാക്കെടുത്ത് ദൈവം അങ്ങ് സംസാരിക്കാൻ. നോ. നിങ്ങൾ ചിലത് കാണുന്നത് പറയുന്നു, ചിലത് കേൾക്കുന്നത് പറയുന്നു, ചില ഇൻസ്പിറേഷനുകൾ പറയുന്നു. അതാണ് പ്രവചനം. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അതിന് പ്രവചനം എന്ന് പേരിട്ടു എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന കാലഘട്ടമാണ് അന്ത്യകാലം. അന്ത്യകാലത്തിന്റെ പ്രത്യേകത സകല ജഡവും അത് കാണും. ആത്മാവ് വരുമ്പോൾ അവർ കർത്താവിനാൽ നടത്തപ്പെടുവാനിടയായിത്തീരും. ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അന്നു മുതൽ ആ വ്യക്തി ദൈവശബ്ദം കേൾക്കുവാനിടയാകും, ദൈവത്താൽ നടത്തപ്പെടും. അന്ത്യകാലത്ത്, ദൈവജനം പറയാം, അന്ത്യകാലത്ത് സകല ജഡവും ഇത് കാണും, ഇത് അനുഭവിക്കും. അന്ത്യകാലത്ത് കർത്താവ് ചെയ്യുന്നൊരു കാര്യമാണ്, എല്ലാവരുടെ മേലും ആത്മാവിനെ പകരും, എല്ലാവരും ദൈവശബ്ദം കേൾക്കുവാനിടയാകും. അവൻ നമ്മളെ വിളിച്ചത് തന്നെ ആ ശബ്ദം കേൾക്കുവാനും കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുവാനുമാണ്. അത് ഓരോ വ്യക്തികളിലും വർദ്ധിച്ചു വരട്ടെ, ഓരോ ജീവിതത്തിലും അത് വർദ്ധിച്ചു വരട്ടെ, കർത്താവിനാൽ തൊടപ്പെടട്ടെ, ആ ശബ്ദത്തിനനുസരിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയട്ടെ. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ കൃപ കർത്താവെ ഓരോ കുടുംബങ്ങളിലും ചലിക്കണം അപ്പാ. നമുക്കിനിയും ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്റർ, ഈ ആൻറ്റിയുടെ പേര് രാജേശ്വരി എന്നാണ്. മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആൻറ്റി വരുന്നത്. ആൻറ്റി ഒരു വീട് തുടങ്ങണമെന്നും ഒരു വീട് വയ്ക്കണമെന്നും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻറ്റി പറയുന്നത് ഈ കാലങ്ങളിലൊന്നും അതിനൊന്നും സാധിച്ചില്ല, എന്നാൽ പ്രാർത്ഥിച്ചു, അതിൻ്റെ ഫലമായി വീട് പണി സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ആൻറ്റി ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തുവായിരുന്നു അമ്മ? ഒത്തിരി തടസ്സമായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? വർഷങ്ങളായി ആഗ്രഹിച്ചതാണ് വീട് പണി, ഒരുപാട് തടസ്സങ്ങളും. വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുക ഒരു വീട് വെക്കാനായിട്ട്. ഇപ്പൊ എന്ന് തുടങ്ങി?
ഓഗസ്റ്റ് 21 സ്റ്റാർട്ട് ചെയ്തു. ഓഗസ്റ്റ് 21 ആമീൻ ആ സ്വപ്നത്തിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്. ആമീൻ കർത്താവ് കൊടുത്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. ആ വീട് പണി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയട്ടെ. അതിന്മേൽ കർത്താവിൻ്റെ എല്ലാ പ്രൊവിഷനുകളും ഒരുങ്ങട്ടെ. അപ്പാ താങ്ക് യു ജീസസ്. അതിനോടൊപ്പം തന്നെ സിസ്റ്ററെ, മകനും മകൾക്കും അത്ഭുതകരമായ ഒരു സാക്ഷ്യങ്ങളുണ്ട്. മകന് ജോലിയിൽ പ്രമോഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റി പറയുന്നത് ഇവിടെ വന്ന് ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകന് ജോലിയിൽ പ്രമോഷൻ ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മോൻ എവിടെയാ? നാട്ടിലാണോ? റിയാദിലാണ്. എത്ര നാളായിട്ട് അവിടെ ആണ്? തീർച്ചയായുള്ളൂ. പ്രൊമോഷൻ ലഭിച്ചു. അതിനോടൊപ്പം തന്നെ മകൾക്കൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതും കർത്താവ് അത്ഭുതകരമായി ചെയ്തു എന്നാണ് ആന്റി സാക്ഷ്യപ്പെടുത്തുന്നത്. രണ്ട് മക്കളുടെ ലൈഫിലും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു. താങ്ക് യു ജീസസ്. ആമേൻ. ബ്രദറെ, കർത്താവ് തൻ്റെ കുടുംബത്തിന് ചെയ്ത ഒരു കൂട്ടം അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ സിസ്റ്ററിൻ്റെ പേര് ശശികല എന്നാണ്. നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സിസ്റ്ററിന് 3 പെൺമക്കളാണുള്ളത്. ഒരു മകൾക്ക് ഇടയ്ക്ക് അതികഠിനമായ വയറുവേദനയും ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ട് പരിശോധിച്ചപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ വയറിൽ മുഴയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, വീണ്ടും സ്കാൻ ചെയ്തു, വയറുവേദന മാറി, ബ്ലീഡിങ് മാറി, മുഴ ചുരുങ്ങി കാണാനില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് നല്ല കൈയടി കൊടുക്കാം കർത്താവിനെ. അതായത് ബ്ലീഡിങ് ഉണ്ടായിരുന്നയാളോ മുഴയുണ്ടായിരുന്നയാള് അത്ഭുത സൗഖ്യത്തിലേക്ക് വന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം നമുക്ക്. അതുപോലെ തന്നെ സിസ്റ്ററിന്റെ മൂത്ത മകളുടെ ഇളയ കുട്ടിക്ക് സംസാരശേഷി ഇല്ലായിരുന്നു. സംസാരിക്കുമ്പോൾ സംസാരം ക്ലിയർ അല്ലായിരുന്നു. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ കാര്യവട്ടത്ത് വന്ന് പ്രാർത്ഥിച്ചതാണ്. ബ്രദർ പ്രാർത്ഥിച്ചു. ഇപ്പോൾ സിസ്റ്റർ പറയുന്നത് കുഞ്ഞുമകൾക്ക് 9 വയസ്സായി, നല്ല ക്ലിയറായി സംസാരിക്കുന്നു, കർത്താവ് അത്ഭുതം ചെയ്തു എന്നാണ് എന്ന് പറഞ്ഞ കുഞ്ഞുമോള് സംസാരിക്കുന്നതിലും ക്ലിയർ അല്ലായിരുന്നു. ഇപ്പൊ 4 വർഷമായി സൗഖ്യമായിട്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആ കുഞ്ഞുമായിട്ട് ഒന്ന് സാക്ഷ്യം പറയണ്ടേ, അതല്ലേ കുറച്ചും കൂടെ സന്തോഷം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മൂന്നാമത്തെ മകൾ പ്രഗ്നൻസി പീരീഡിൽ ഡോക്ടേഴ്സ് സ്കാൻ ചെയ്തതിന് ശേഷം പറഞ്ഞു, ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ അത് MR ആയിരിക്കും, മെൻ്റലി റിട്ടാർഡ് ആയിരിക്കും, അതുകൊണ്ട് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 2 ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രയർ സെല്ലിൽ വിളിച്ചു പ്രാർത്ഥിച്ചു, 3ാമതൊരു ഡോക്ടറിനെ കാണിച്ചു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത് കർത്താവ് നല്ല ബുദ്ധിയുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു എന്നാണ്. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ബീന. ഹസ്ബൻഡിന്റെ പേര് അനിൽകുമാർ എന്നാണ്. ഹസ്ബൻഡ് സൗദിയിലാണ്. 20 മാസത്തോളമായി പോയിട്ട്, എന്നാൽ ഇതുവരെയും അക്കാമ എടുക്കാൻ സാധിച്ചിട്ടില്ല. 2 പ്രാവശ്യം ക്യാഷ് കൊടുത്തിട്ടും അത് ലഭിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ചർച്ചിലെ ലീഡേഴ്സ് സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി അക്കാമ ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. TV പ്രേക്ഷക സംഗമം മാർത്താണ്ഡം ജൂൺ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ലക്ഷ്മി നാരായണ കല്യാണ മണ്ഡപം, മാർക്കറ്റ് റോഡ്, മാർത്താണ്ഡം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിനും നിറവിനും ദൈവിക ശബ്ദങ്ങൾക്കുമൊക്കെ ആയിട്ട് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ വേദനയോടായിരിക്കുന്നവർ, പ്രയാസത്തോടായിരിക്കുന്നവർ, രോഗമുണ്ട് എന്ന് പ്രയാസത്തിലായിരിക്കുന്നവർ ആ ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏത് തന്നെയാണെങ്കിലും അത് പരിഹരിക്കുവാൻ കർത്താവ് മതിയായവനാണ്. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശോപ്പച്ച, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ കാണുന്ന
ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എനിക്കൊരു ബ്രദറിനെ കാണാം. ആ ബ്രദർ മീൻ പിടിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറയുക ശാരീരികമായിട്ട് താൻ ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുന്നു. ഇനി അത് ആ ജോലിക്ക് പോകാൻ മനസ്സുകൊണ്ട് പറ്റുന്നില്ല. പക്ഷേ വീട്ടിലെ സാഹചര്യം മോശമായതുകൊണ്ട് പോയേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവേ, ആ ബ്രദറിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരോഗ്യത്തെ പകർന്നാട്ടെ അപ്പാ, ആരോഗ്യത്തെ പകർന്നാട്ടെ. അതേപോലെ തന്നെ ആ വീട്ടിൻ്റെ സ്ഥിതികൾ മാറട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയൊരു സമൃദ്ധി ആ വീട്ടിലുണ്ടാകട്ടെ, വലിയൊരു സമൃദ്ധി ആ വീട്ടിലുണ്ടാകട്ടെ. നിറഞ്ഞ വലയുമായി കർത്താവെ താൻ ആയിരിക്കുവാൻ തക്കവണ്ണം യേശുവേ നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ ഒരു വീടിനെ എനിക്ക് കാണാം. ആ വീട്ടിലെ 2 കുഞ്ഞുങ്ങളാണ് ആ വീട്ടിലുള്ളത്. എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയോട് ബന്ധിക്കപ്പെട്ട്, വിദ്യാഭ്യാസത്തോട് ബന്ധിക്കപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് ആ വീട് മുൻപോട്ട് പോകുന്നത്. ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ വണ്ണം, അവരുടെ പഠനം മുടങ്ങാതെ വണ്ണം അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാവി അപ്പാ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ അപ്പാ. അവരുടെ ലൈഫ് കർത്താവിനാൽ തൊടപ്പെടണം. വഴികൾ അറിയത്തില്ല, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി ചലിക്കണം അപ്പാ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ എനിക്കൊരു കുടുംബത്തെ കാണാം. പാഴ്വസ്തുക്കളിൽ നിന്നും ചില കാര്യങ്ങൾ ക്രിയേറ്റീവായി ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ആ കുടുംബത്തിന്മേലും കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. ആ കുടുംബത്തിന്മേലും കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ഇവരായിരിക്കുന്ന സകല കാര്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.